കർഷക സമരം അവസാനിപ്പിക്കാൻ സമവായ നീക്കങ്ങളുമായി കേന്ദ്ര സർക്കാർ. പരുത്തി, പരിപ്പ് തുടങ്ങിയ 5 വിളകൾക്ക് താങ്ങുവില നൽകാമെന്ന നിർദ്ദേശം സർക്കാർ മുന്നോട്ട് വെച്ചു. സർക്കാരിന്റെ നിർദ്ദേശം പഠിക്കുന്നതിനായി ദില്ലി ചലോ മാർച്ച് 2 ദിവസത്തേക്ക് നിർത്തിവെച്ചു. കേന്ദ്ര സർക്കാരും കർഷക സംഘടനാ നേതാക്കളും തമ്മിൽ നടത്തിയ 4 മണിക്കൂർ ചർച്ചയ്ക്കൊടുവിൽ കർഷകരുടെ ആവശ്യങ്ങൾക്ക് മുമ്പിൽ കേന്ദ്ര സർക്കാർ വഴങ്ങുന്നുവെന്നാണ് വിവരം. കാർഷികോൽപ്പന്നങ്ങൾക്ക് മിനിമം താങ്ങുവില ഉറപ്പാക്കുന്നതിന് കേന്ദ്ര സർക്കാർ പുതിയ പദ്ധതികൾ കർഷകർക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. കർഷകരുമായി കരാറിലേർപ്പെട്ട് 5 വർഷത്തേക്ക് പയർവർഗ്ഗങ്ങൾ, ചോളം, പരുത്തി എന്നിവ സർക്കാർ ഏജൻസികൾ മിനിമം താങ്ങുവിലയ്ക്ക് വാങ്ങുമെന്ന് കേന്ദ്രം അറിയിച്ചു. NCCF, NAFED തുടങ്ങിയ സഹകരണ സംഘങ്ങൾ കർഷകരുമായി കരാറിലേർപ്പെടും. കേന്ദ്രത്തിന്റെ നിർദ്ദേശങ്ങൾ തങ്ങളുടെ ഫോറത്തിൽ ചർച്ച ചെയ്ത് ഭാവി നടപടി സ്വീകരിക്കുമെന്ന് കർഷക നേതാക്കൾ അറിയിച്ചു. വിദഗ്ധരുടെ അഭിപ്രായം ഉൾപ്പെടെ തേടി 2 ദിവസത്തിനുള്ളിൽ വിഷയത്തിൽ തീരുമാനമെടുക്കും. കാർഷിക വായ്പ എഴുതിത്തള്ളൽ ഉൾപ്പെടെയുള്ള മറ്റാവശ്യങ്ങളിൽ ചർച്ചകൾ നടക്കുന്നുവെന്നും കർഷകർ വ്യക്തമാക്കി. अभी कर्ज मुक्ति पे ऊपर C2+50 के ऊपर C2+100 गन्ने के ऊपर और अन्य जैसे WTO है, नरेगा है, ये सब बातों के ऊपर अभी चर्चा बाकी है. കേന്ദ്രത്തിന്റെ നിർദ്ദേശങ്ങൾ പഠിക്കുന്നതിന്റെ ഭാഗമായി ദില്ലി ചലോ മാർച്ച് 2 ദിവസത്തേക്ക് നിർത്തിവെച്ചു. സർക്കാരിന്റെ നിർദ്ദേശങ്ങളിൽ തീരുമാനമായില്ലെങ്കിൽ ഫെബ്രുവരി 21-ന് വീണ്ടും സമരം പുനരാരംഭിക്കും. അതിനിടെ സവാള കയറ്റുമതിക്കുള്ള നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. കൈരളി ന്യൂസ്, ദില്ലി.